വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാസർഗോഡ് മാത്രം കണ്ടുവരുന്ന ഒരു അടിപൊളി സ്നാക്കാണ് മഞ്ഞച്ചപ്പലപ്പം. അപ്പോൾ നമുക്ക് ഈ മഞ്ഞച്ചപ്പലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മഞ്ഞളിൻ്റെ ഇല കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഒട്ടും പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് ഫസ്റ്റ് വേണ്ടത് നമ്മൾ പത്തിരിപ്പൊടിയാണ്. അത് കുഴച്ചെടുക്കണം. പത്തലിൻ്റെ പൊടി, ഏത് പൊടി നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടി മതി, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന. അപ്പോൾ ഞാൻ 3 കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് പണ്ടം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് വെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെല്ലം ഇടുമ്പോൾ പൊടിച്ചിട്ടിടുക കേട്ടോ. 2 കപ്പ് വെല്ലം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. പൊടിച്ചിട്ടാൽ നമുക്ക് പെട്ടെന്ന് ഇത് അലിഞ്ഞ് കിട്ടും. വെള്ളം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 2 കപ്പ് തേങ്ങ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ തേങ്ങാവും വെല്ലമൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ വെല്ലത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക കേട്ടോ. കൂടുതൽ വെള്ളം ആവരുത് ഒഴിക്കുമ്പം, വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല ഡ്രൈ ആകുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ പണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റീമർ എടുത്ത് വെക്കാം. നമുക്കിത് സ്റ്റീം ആക്കാനുള്ളതാണ്. അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മളുടെ ഇലകളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഇലയും നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇത് നാട്ടിൽ നിന്ന് ഇക്കൻ്റെ ഉമ്മ കൊടുത്തയച്ചാണ്, ഇക്കൻ്റെ ബ്രദർ വന്നപ്പം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടവൽ കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉരുള മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് പരത്തി കൊടുക്കുക. നല്ല തിക്കാക്കരുത്, സാധാരണ തിന്നിന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് നമുക്ക് നമ്മളുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സൈഡൊക്കെ. അപ്പോൾ അതൊന്ന് പ്രസ് ആയിക്കോളും. ഈ ഇല വലുതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്, വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. സ്റ്റീമറിൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും. നല്ല മണമായിരിക്കും കേട്ടോ. വീട് ഫുള്ള് നല്ലൊരു മഞ്ഞളിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.